ഹലോ ഗൈസ്, ഇത് ആക്ച്വലി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അല്ല കേട്ടോ. ഞാൻ ടെൻഷൻ അടിച്ച ഒരു കഥ പറയാനാണ് വന്നിരിക്കുന്നത്. എന്നെ അപേക്ഷിച്ച് ഈ ബ്ലാ 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 പറയില്ല, അതായത് ഈ വായിട്ടലക്കല് വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. പക്ഷേ വേറെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അവർ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചു തരുന്ന കാര്യം റിപ്പീറ്റ് അടിച്ച് പറയാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലാണ് നമ്മൾ ഇന്ന് പോണത്. ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റീസെന്റ് ഞാൻ ചെയ്തൊരു ജ്വല്ലറി ആഡ് ഉണ്ടായിരുന്നു, റിയോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഡിഫറെന്റ് ഔട്ട്ഫിറ്റ്സിലായിരുന്നു നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ കളിയൊക്കെ ചെയ്തത്, ഇത്രയും വായിട്ടില്ലെങ്കിൽ നിനക്ക് അവിടെ പോയി 2 ഡയലോഗ് അടിക്കാൻ എന്തിനാ പേടിയെന്ന്. ഏത് നട്ട പാതിരിക്കായിക്കോട്ടെ എവിടേക്കായിക്കോട്ടെ വിളിച്ചാൽ കൂടെ വരാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു മുതലാണ് കേട്ടോ ഇത്. ഇതാരാന്ന് ചോദിക്കേണ്ട കേട്ടോ, ഇതെന്റെ നാത്തൂനാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയിണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയൊക്കെ സെറ്റ് ആക്കി ഗൈസ്. ഇവിടുന്ന് അവിടെ എത്തുന്ന വരെ ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിലോട്ട് മിങ്കിളായപ്പോൾ തന്നെ എല്ലാം അങ്ങ് സെറ്റായി. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, വായിൽ നാവുണ്ടെങ്കിൽ ഞാൻ എവിടെയും ജീവിച്ചു പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ആ ഷൂട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു. എൻ്റെ ഫസ്റ്റ് ജ്വല്ലറി ആഡ് ആണ്. പക്ഷേ കണ്ടവരെല്ലാവരും എനിക്ക് വളരെ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് തന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വരുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും ഞാൻ താങ്ക്സ് പറയേണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടുമാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫാമിലി, കാരണം ഞാൻ ഈ ഒരു ഷൂട്ട് നൈറ്റിലാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. മക്കളെ 2 പേരെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അവരോടും എല്ലാവരോടും, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും മെൻ്റലി എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നു എൻ്റെ കൂടെ വന്ന അശ്വിനിക്കും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. അവൾ എങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ എൻകറേജ് ചെയ്തു എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടാട്ടാ. അവളെ എൻകറേജ്മെൻറ്റ് നിങ്ങൾ കാണേണ്ടതാണ് ഗൈസ്. എനിക്കിവിടെ ഇത്ര കംഫർട്ടബിൾ ആവാനും ആൻഡ് നല്ലൊരു റിസൾട്ട് ആ വീഡിയോയിൽ കിട്ടാനുള്ള റീസൺ ഈ ജ്വല്ലറിയിൽ ഉള്ളവരാണ് കേട്ടോ. ഇതിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും വളരെ നല്ലൊരു എന്താ പറയുക ഒരു ബിഹേവിയർ ആയിരുന്നു. അത് ഈ ഒരു ഷൂട്ടിൻ്റെ ടൈമിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം ആ ജ്വല്ലറിയിൽ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെയും അവരുടെ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കിങ്ങനെ ഒരു തുടക്കം കിട്ടുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ആകുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. റിയോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് നമ്മുടെ സ്വന്തം കെട്ടാങ്കലാണുള്ളത്. അതും ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ഡയമണ്ട് കളക്ഷൻസും ഒക്കെ ഉണ്ട്. ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ വെറും 2 പവനാണ് ഗൈസ്. കണ്ടാ വിശ്വസിക്കൂലേ, അത്രയും അടിപൊളി കളക്ഷൻസ് ആണ്. ഈ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് വന്നു, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന്. അതല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന് കുറച്ച് ബലം കൂടുതലാണ്. ബൈ ദ ബൈ, ഇതിൽ നിന്നും ഞാൻ എന്ത് മനസ്സിലാക്കി, വീട്ടിലെ റൂമിൻ്റെ ഉള്ളിലിരുന്ന് ബ്ലാ 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 ചെല്ലാൻ മാത്രമല്ല, പുറത്തിറങ്ങി ജ്വല്ലറി ചെന്ന് ഒരു ആഡ് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായില്ലേ. കിട്ടുന്ന അവസരങ്ങൾ പേടി കാരണം മാറ്റി വെക്കാണ്ടിരിക്കുക എന്നുള്ളത് ഇതോടുകൂടി നിങ്ങൾ എല്ലാവരും പഠിച്ചോളൂ, ഞാനും പഠിച്ചു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാൻ ബേബി, സീ യു, ബൈ.